ട്രംപിന്റെ ഉറ്റ സുഹൃത്തായ ലോക കോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ടെസ്ല കാറുകൾക്കും തിരിച്ചടിയാവുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ടെസ്ല ബഹിഷ്കരണ ക്യാമ്പയിൻ സജീവമാവുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ടെസ്ല കാർ വിൽപ്പനയിൽ ജർമ്മനിയിൽ 70%, പോർച്ചുഗലിൽ 50%, ഫ്രാൻസിൽ 45%, സ്വീഡനിൽ 42%, നോർവേയിൽ 48% ഇടിവുണ്ടായതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കൂടാതെ ഒരു മാസത്തിനിടെ ടെസ്ലയുടെ ഓഹരി മൂല്യം 32%-ലേറെയാണ് ഇടിഞ്ഞത്. 12,000 കോടി ഡോളറിന്റെ, അതായത് 10.45 ലക്ഷം കോടി രൂപയുടെ ഇടിവാണ് വിപണി മൂല്യത്തിൽ ഉണ്ടായത്. എന്നാൽ ബഹിഷ്കരണം മാത്രമല്ല ടെസ്ല നേരിടുന്ന വെല്ലുവിളി. കാറിന്റെ ബാറ്ററി ഉൾപ്പെടെ പല ഭാഗങ്ങളും ടെസ്ല വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. US താരിഫ് ഉയർത്തുന്നതോടെ ഇറക്കുമതി ചെലവും അതുവഴി ഉൽപാദന ചെലവും കൂടുകയാണ്. ഇതുമൂലം ലാഭത്തിൽ വൻ കുറവ് വരികയുമാണ് ചെയ്യുന്നത്. അതേസമയം ടെസ്ല ചൈനയിലും വൻ തിരിച്ചടി നേരിടുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. അമേരിക്ക കഴിഞ്ഞാൽ ടെസ്ലയുടെ ഏറ്റവും പുതിയ വിപണിയായ ചൈനയിൽ ഷവോയി, BYD തുടങ്ങിയ തദ്ദേശീയ കമ്പനികൾ നൂതന സാങ്കേതിക വിദ്യയും മികച്ച രൂപകൽപ്പനയിലും പുറത്തിറക്കിയ വൈദ്യുതി കാറുകൾ വിപണിയിൽ തരംഗമായിരിക്കുകയാണ്. ടെസ്ലയുടെ പകുതി വിലയ്ക്ക് ഇത് ലഭിക്കുകയും ചെയ്യുമെന്നത് മസ്കിനെ വലയ്ക്കുന്നൊരു കാര്യമാണ്.